പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ തിരുവുയർപ്പിൻ്റെ ദിനം, ഏപ്രിൽ 5-ാം തീയതി ഞായറാഴ്ച. കർത്താവിൻ്റെ തിരുവുദ്ധാനം അനുസ്മരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഏറ്റവും വലിയ പ്രാർത്ഥന, നിൻ്റെ തിരുവുദ്ധാനം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. എത്ര ജന്മങ്ങൾ ഇവിടെ കടന്നു പോയാലും നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതും നിൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം. ഈശോയെ, നിൻ്റെ തിരുവുദ്ധാനത്തിൻ്റെ അന്തരാത്മാവിനെ അനുഭവിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇനിയും നിൻ്റെ നാമം എത്തിച്ചേരാത്ത ഇടങ്ങളുണ്ട് ലോകത്ത്. നിൻ്റെ നാമത്തെയും നിൻ്റെ വചനത്തെയും അംഗീകരിക്കാത്ത രാജ്യങ്ങളുണ്ട് ലോകത്ത്. കർത്താവേ, അവരെല്ലാം കാലത്തിൻ്റെ അവസാനം മുമ്പ് നിന്നെ സ്വീകരിച്ചുകൊണ്ട് രക്ഷയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, തിരുവുദ്ധാനത്തിൻ്റെ ശക്തിയാൽ ലോകത്തെ ജയിക്കാൻ കഴിയും. പക്ഷേ വൈരാഗ്യം, വിദ്വേഷം, ചതി, പരസ്പരമുള്ള ജയപരാജയങ്ങൾ, ലോകത്തിൻ്റെ ശക്തിക്ക് അടിപ്പെട്ടു പോയ അവസ്ഥകൾ മൂലം അകന്നുപോയ ഭാര്യാഭർത്താക്കന്മാർ, ഇങ്ങനെ പല തിന്മകൾ കിടക്കുന്ന ഒരു കർത്താവെ, നിൻ്റെ തിരുവുദ്ധാനത്തിൻ്റെ ശക്തി ആസ്വദിക്കാനും ആവഹിക്കാനും പങ്കാളികളാകുവാനും എല്ലാം ക്ഷമിക്കാൻ കുടുംബത്തെ ഐക്യപ്പെടാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അകന്നു നിൽക്കുന്ന മാതാപിതാക്കന്മാർ ഐക്യപ്പെട്ട് ജീവിക്കാൻ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവ് തിരുവുദ്ധാന സന്തോഷം എല്ലായിടത്തും ഉണ്ടെങ്കിലും ചില വീടുകളിൽ സന്തോഷമില്ല. സാമ്പത്തിക തകർച്ചയുണ്ട്, കേസ് അകപ്പെട്ടിരിക്കുന്നവരുണ്ട്, പരീക്ഷാ ഭീതികളുള്ളവരുണ്ട്, പലതരത്തിലെ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകുന്ന ആശങ്കപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ ഓരോരോ തരത്തിലുള്ള വേവലാതികളും വേദനകളെ കർത്താവ് നിന്നോട് കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നിന്റെ തിരുവുദ്ധാനത്തിന് മഹത്വത്തിൽ അവരെയും പങ്കാളിയാക്കണമെന്ന് യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരൻ എന്നേക്കും ആമേൻ.